നിന്റെ ഒരു ഭർത്താവല്ലേ ഞാൻ. എനിക്ക് ഒറ്റപ്പെടൽ തോന്നില്ലേ? അയ്യോ, ഞാനിവിടെ നിൽക്കൊന്നുമില്ല. ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നീ ബൈക്കുമായിട്ട് വന്നാ മതി. നമുക്കേ ഒരുമിച്ച് തിരിച്ചു പോരാം. അതിപ്പോ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിഖില് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. നിർബന്ധമാണെങ്കിൽ പോയിട്ട് വാ. താങ്ക് യു. യെസ്. വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് മോൻ എന്ത് ചെയ്യാനാ? പുതിയൊരു പ്ലാൻ. ഉറക്കക്കുണിയെ നായ്ക്കുറിനെ പൊടിയും പോലെ ആവൂ? ഒരിക്കലുമില്ല. ഇത് മറ്റൊരു തന്ത്രം. എന്താണെന്ന് പറ. സന്ധ്യയായ പിന്നെ ഒരു ദിവസവും എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും കിട്ടാറില്ല. ഇതാണ് ഞാൻ കുറെ ദിവസമായിട്ട് പറയുന്നത്. എങ്ങനെയെങ്കിലും സന്ധ്യയാവുമ്പോ അവരെ തമ്മിൽ അകറ്റണമെന്ന്. അതാ എന്റെ പുതിയ പ്ലാൻ. ഇന്ന് രാത്രിയിൽ അമ്മയെ ഞാൻ അരവിന്ദ് സാറിന്റെ മുറിയിൽ നിന്ന് പുറത്ത് ചാടിക്കും. എങ്ങനെ? ഒരു വയറുവേദനയുടെ രൂപത്തിൽ. പപ്പൂസിനെ പറ്റി പണ്ട് അമ്മ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഈ ഉണ്ടിരുന്ന നായർക്കെ ഒരു ഉൾവിളി തോന്നിയെന്നു. അതുപോലെയായിരുന്നു ഇന്നത്തെ പപ്പൂസിന്റെ വിളി. അത്യാവശ്യമായിട്ട് എന്നെ കാണണം, പെട്ടെന്ന് വായെന്നൊക്കെ. ഇവിടെ വന്നപ്പോഴോ രണ്ടുപേർക്കും മുമ്പില്ലാത്ത പോലത്തെ ഒരു സ്നേഹപ്രകടനം. അമ്മയ്ക്ക് പതിവില്ലാത്തൊരു പുന്നാര പ്രകടനമാണല്ലോ. എന്താണ് ഇതിനൊക്കെ കാരണം? നിന്നോട് സ്നേഹം കാണിക്കാൻ പാടില്ലെന്നാണോ? നോട്ട് പോയിന്റ്സ്. സ്നേഹം കാണിക്കാൻ തുടങ്ങുന്നതാണ് പ്രശ്നം. പപ്പൂസിനും അമ്മയ്ക്കും എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിലാണെങ്കിൽ പിന്നെ പൊരിഞ്ഞ സ്നേഹമാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെന്തിനാ സ്നേഹം കാണിക്കുന്നത്? അപ്പൊ അതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. നീ ഞങ്ങളുടെ ഒറ്റ മോളാ. അതെ, അതെന്റെ കുഴപ്പമില്ല കേട്ടോ. ഞാനിതാ നിന്നോടൊന്നും പറയാത്തത്. എന്നാ പറയണ്ട മോളെ. ഫ്ലാറ്റിൽ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മീരയാ. കല്യാണം കഴിഞ്ഞതോടെ മീരയ്ക്ക് നിന്റെ അടുത്ത് പഴയതിന്റെ അത്രയും സമയം ചെലവഴിക്കാൻ കഴിയാതെ വന്നു. നിഖിലാണെങ്കിൽ അധിക സമയവും വീടിന് പുറത്തായിരിക്കും. ഉണ്ണിത്താൻ സാറുമായി നീ എന്ത് വിഷയം സംസാരിക്കാനാണ്? സ്വാഭാവികമായും ഒരു ഒറ്റപ്പെടൽ നിനക്ക് തോന്നിക്കാണും ഫ്ലാറ്റില്. ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോ എന്നെ ഇവിടെ ഓർമ്മ വന്നു കാണും. അതാണ് ഞങ്ങളെ മിസ് ചെയ്യുന്നതായി മോൾക്ക് തോന്നിയത്. ആ കാരണം കൊണ്ട് മൂഡ് ഓഫ് ആയിരുന്നല്ലോ. സംഗതി തൊക്കണം. പക്ഷേ ഈ കഥയിലെ പല ഭാഗങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മൂഡ് ഓഫ് ആയിന്നോ? നിങ്ങളെ മിസ് ചെയ്തുന്നോ? ആകെ കുഴപ്പത്തിലാണെന്നുള്ള ന്യൂസ് ആരുടെ സൃഷ്ടിയാ? അതൊരു ന്യൂസ് ഒന്നുമല്ല, സത്യമാണ്. അതുകൊണ്ടാണല്ലോ നിഖിൽ അച്ഛനെ വിളിച്ച് സംസാരിച്ചത്. ഹേമേ, ഓ അവൾ അറിയട്ടെന്നേ, അതിനിപ്പോ എന്താ? നിഖില് പപ്പൂസിനെ വിളിച്ച് എന്ത് പറഞ്ഞു? എനിക്കൊന്ന് കേൾക്കണമല്ലോ, പറ. നീ ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്നും 1-2 ദിവസം ഇവിടെ നിൽക്കട്ടെന്നും. ആണോ? അവൻ വിളിച്ച വിവരം മോളോട് തൽക്കാലം പറയണ്ടെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. നിഖിൽ വിളിച്ചപ്പോ ഞങ്ങള് ഫോൺ സ്പീക്കറിലിട്ടാ സംസാരിച്ചത്. നിന്റെ വിഷമത്തെ പറ്റി പറഞ്ഞു വന്നപ്പോ അവന്റെ തൊണ്ട ഇടറി. നിഖിലിന്റെയോ? അല്ലാതെ പിന്നെ ആരുടെയാ? അവന് മോളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് സത്യത്തിൽ ഇപ്പോഴാ മനസ്സിലാവുന്നത്. അതോടെ ഞങ്ങൾക്ക് സമാധാനമായി. നിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിഖിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്നും അങ്ങനെ ആയിരുന്നാ മതി.
അയ്യോ എന്റെ വയറ് വേദനിക്കുന്നേ. അയ്യോ എനിക്ക് വയ്യേ. അയ്യോ എനിക്ക് വയ്യേ. ആരെങ്കിലും വായോ, ഓടി വായോ. അയ്യോ ഓടി വരണേ, ഞാനിപ്പോ ചാവേ. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വായോ. അയ്യോ വയറ് വേദനിക്കുന്നേ. അയ്യോ അയ്യോ എനിക്ക് വയ്യേ. അമ്മേ ഓടി വരണേ. അയ്യോ മുത്തശ്ശാ. അയ്യോ അയ്യോ എന്റെ വയറ് വേദനിക്കുന്നേ. അയ്യോ ആരെങ്കിലും ഓടി വായോ. അയ്യോ എന്ത് പറ്റി മോനെ? എന്താടാ? എനിക്ക് വയ്യേ, ഞാനിപ്പോ ചാവേ. അയ്യോ എന്ത് പറ്റി? അയ്യോ അമ്മേ. എന്താണ് നിഖിലേ? അമ്മേ ഞാനിപ്പോ ചാവും അമ്മേ. ഭയങ്കര വേദന. അയ്യോ കാറെടുക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ 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 ആശുപത്രിയിലൊന്നും പോണ്ട. എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട മുത്തശ്ശാ. പെട്ടെന്ന് ഇങ്ങനെ ആശുപത്രി പോയത് എങ്ങനെയാ? അസുഖം മാറണ്ടായോടാ? അമ്മേന്റെ അടുത്ത് നിന്നാ മാത്രം മതി. ഞാനുണ്ട് ഇവിടെ. അയ്യോ വയറുവേദനിക്കുന്നേ. അയ്യോ എന്നാ ഞാൻ ഡോക്ടറെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. അയ്യോ വേണ്ട വേണ്ട, ആരെയും വിളിക്കണ്ട. അമ്മ ഇവിടെ ഇരുന്നാ മതി. എന്താ ഇത്? അയ്യോ വയറിന്റെ ഏത് ഭാഗത്താ വേദന? എടാ അമ്മ ഇവിടെ ഇരുന്നാ മതി. ഞാനിവിടെ ഉണ്ട്. അയ്യോ പറയുന്നത് കേൾക്ക്. ശ്ശോ. അയ്യോ അയ്യോ നമുക്ക് അയ്യോ 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 വയറുവേദനിക്കുന്നേ. എന്റെ ദൈവമേ. അയ്യോ നിഖിൽ. അയ്യോ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. മോനെ. നിഖിൽ അയ്യോ അയ്യോ ഭയങ്കര നിഖിൽ. വേദന. കരയാതെ. ഞാനിപ്പോ ചാവുമേ. അയ്യോ വയറിന്റെ ഏത് ഭാഗത്താ വേദന തോന്നുന്നത്? വയറിന്റെ എല്ലാ ഭാഗത്തും വേദനയുണ്ട്. വല്ലാത്തൊരു വേദനയാണ്. നല്ല വേദനയാണെന്നാ തോന്നുന്നു. അമ്മേ അയ്യോ അതാ അവന് അത്താഴം വേണ്ടെന്ന് പറഞ്ഞ് കിടന്നത്. നീ അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ മരുന്ന് മേടിക്കായിരുന്നല്ലോ. മരുന്ന് വേണ്ടമ്മേ. അമ്മ ഇവിടെ ഇരുന്നാ മാത്രം മതി. മീരെ ഒന്ന് മാറി. മോനെ ഞാൻ വയറ് തടവി കൊടുക്കാം. വയറ് വേണ്ട, തടവണ്ട. അമ്മ ഇരുന്നാ മാത്രം മതി. ഞാൻ അടുത്തുണ്ടല്ലോ. അയ്യോ കരയാതിരിക്കും നീ. വയറ് വേദനിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാ നല്ലത്. എന്നെ എങ്ങും കൊണ്ടുപോണ്ട. അയ്യോ വേദനിക്കുന്നേ. അയ്യോ അമ്മേ. ദൈവമേ. ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടോ? ആ ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി നിഖിൽ, ചൂടുവെള്ളം ബാഗിലാക്കി വെച്ചാ ആശ്വാസം കിട്ടും. അത് ഞാൻ എടുക്കാം. ഞാൻ തന്നെ ചൂടുവെള്ളം എടുത്തോണ്ടരാം. ആ അമ്മ എവിടെയും പോണ്ട. അമ്മ ഇവിടെ ഇരുന്നാ മതി. അയ്യോ ഞാൻ വെള്ളം ചൂടാക്കാം. അയ്യോ അമ്മേ. അത് അയ്യോ സാരമില്ല, മീര ഇവിടെ ഇരുന്നു. അയ്യോ നിനക്ക് എന്താ മോനെ പറ്റിയേ? അമ്മേ ഭയങ്കര വേദന അമ്മ. എനിക്ക് വയ്യേ. മോനെ എന്നാലും ചെറുക്കൻ എന്തോ പറ്റിയത്? അച്ഛ. അയ്യോ വേദനിക്കുന്നേ. അയ്യോ വയറിന് പിടിക്കാത്ത ആഹാരം വല്ലതും കഴിച്ചോടാ നീ? അതൊന്നുമില്ല, ഭയങ്കര വയറുവേദന. അയ്യോ അയ്യോ അമ്മേ. അയ്യോ അയ്യോ അമ്മേ. അമ്മ എവിടെയും പോവല്ലമ്മേ. അമ്മ ഇവിടെ തന്നെ ഇരിക്കമ്മേ. എനിക്ക് വയ്യമ്മേ. അയ്യോ അമ്മേ. അയ്യോ ഒരു തോർത്ത്. അയ്യോ 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 എന്തൊരു വേദന. അയ്യോ 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 അയ്യോ. അവനിത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. കുഞ്ഞുനാളിലെ ചില അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ ജലദോഷമോ പനിയോ ഒന്നും അല്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു രോഗവും വന്നിട്ടില്ല. നാളെ എങ്ങാനും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാ. ഒരു ചെക്കപ്പ് നടത്തണം. രാത്രിയിൽ അവന്റെ കരച്ചിലും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ശല്യമായോ? ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ, അതിന് ശല്യമായി കാണുന്ന എന്തിനാ? അയ്യോ അയ്യോ എനിക്ക് വയ്യേ. ഡാ, ഇവിടെ വേദന ഉണ്ടോടാ? ചെറുതായിട്ട്. ഇവിടെയോ? ഇല്ല. അപ്പൊ വേദന കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെയോ? ആ ഇപ്പൊ വേദനയുണ്ട്. അയ്യോ ചിലപ്പോ വേരയുടെ ശല്യമായിരിക്കും. അയ്യോ അടുക്കളയിലേക്ക് പോയാൽ കാണുന്നില്ലല്ലോ. അത് ശരിയാവില്ല. അയ്യോ ഞാനിവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞോ. സാറെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കെന്തോ അങ്ങനെ തോന്നി. മീര എനിക്കിഷ്ടമായിരുന്നു. എങ്കിലും
ഞങ്ങളുടേതൊരു ലവ് മാരേജ് ആയിരുന്നില്ല. പ്രപ്പോസൽ വെച്ചതും മുൻകൈ എടുത്തതുമെല്ലാം നിഖിലിന്റെ മുത്തച്ഛനാ. കല്യാണത്തിന്റെ ദിവസങ്ങളിൽ ഇവിടെയുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തായിരുന്നു എന്നെ തട്ടിക്കൊണ്ടുപോകലിന്റെ മോട്ടീവെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതുണ്ട്. എന്തായാലും വിവാഹം കഴിഞ്ഞു. മീരയുമായി എന്റെ വീട്ടിൽ താമസിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മീരയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാനിവിടെ ഓക്കെയാണ്. എന്നാൽ ഇപ്പൊ തോന്നുന്നു നിഖിൽ എന്റെ കാര്യത്തിൽ ഓക്കെ അല്ലെന്ന്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അൺടൈമിൽ വന്ന് എന്നെ ചീട്ട് കളിക്കാൻ വിളിച്ചു നിഖിൽ. പിന്നെ ഇന്നലെ രാത്രിയിലെ വയറുവേദന. ചീട്ട് കളിക്കാൻ വിളിച്ചത് ഒരു നേരം പോക്കം നിലയ്ക്ക. രാത്രി അസമയാണെന്ന് ഓർത്തില്ല. പിന്നെ വയറുവേദന വന്നത്. ഇന്നലെ ശരിക്കും എനിക്ക് വയറിനുള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. രാത്രിയിലൊന്നും കഴിക്കാതെ കിടന്നത്. അത് നേരത്തെ. പിന്നെയോ രാത്രി കുറെ ആയപ്പോ നിങ്ങൾ കിച്ചണിലെത്തി ചപ്പാത്തി കഴിക്കുന്ന ഞാൻ കണ്ടു. അമ്മയുടെ പരിചരണം കാരണം വയറുവേദന മാറിക്കാണും. വിശപ്പം വന്നു കാണും. പക്ഷേ ആലോചിച്ച് നോക്കുമ്പോ എന്തോ ഒരു പന്തികേട്. സംതിങ് റോങ് ഐ ഫീൽ. ഒന്ന് നിന്നെവിടെ? ഞാൻ വിമല മാഡത്തിന്റെ ഫ്ലാറ്റിൽ പോയതല്ല കേട്ടോ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാ. മനസ്സിലായി. എല്ലാ ഫ്ലോറിലും നമ്മുടെ ഒരു ശ്രദ്ധ വേണമല്ലോ. കാലം ശരിയല്ല. ഒട്ടും ശരിയല്ല. ഇന്നലെ 4ാമത്തെ ഫ്ലോറില് പൈപ്പ് ലീക്കായത് ശരിയാക്കിയോ? 4ാമത്തെ ഫ്ലോറിലോ? ഞാൻ അറിഞ്ഞില്ല. 3Bയിലെ അപ്പച്ചന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ പൈപ്പ് ലീക്കായത്. അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോയോ? എപ്പോ? അതൊന്നും വക്കച്ചൻ ചേട്ടൻ അറിഞ്ഞില്ല. അപ്പോ എല്ലായിടത്തും നോട്ടം ഉണ്ട് താനും. ഈ ഫ്ലോറിലാണെങ്കി സ്പെഷ്യൽ കെയർ അല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. അതുപോട്ടെ. വിമലയ്ക്ക് സുഖമാണോ? കുഴപ്പമൊന്നുമില്ല. അല്ല, അവരുടെ കാര്യം ഞാനെങ്ങനെ അറിയാനാ? ആളെവിടെയാണെന്ന് പോലും വക്കച്ചൻ ചേട്ടൻ അറിയില്ല അല്ലേ? അതെ. മീരച്ചിയുടെ മഞ്ഞൾ കല്യാണത്തിന്റെ അന്ന് പർദ്ദയിട്ടൊരാള് വന്നിരുന്നല്ലോ. വിമലയുടെ കൂട്ടുകാരിയാണെന്നാ പറഞ്ഞത്. ആ കക്ഷി പിന്നെ വന്നില്ലേ? അറിഞ്ഞൂടാ, ഞാൻ കണ്ടില്ല. അന്ന് അവരും വക്കച്ചൻ ചേട്ടനുമായി എന്തോ രഹസ്യം പറയുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് അവരെ അറിയത്തുപോലുമില്ല. മാഡത്തിന് തോന്നിയതാ ആയിരിക്കും. ഞാനെന്നാ അങ്ങോട്ട് താഴേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ, ചെല്ല്. കൊറേ ഓടിക്കഴിയുമ്പോ ബ്രേക്ക് പിന്നെ കിട്ടാണ്ടാവും. അങ്ങനെ രാജയുടെ കാര്യം ക്ലോസ്. താങ്ക് യു. തീർന്നു. ഇന്നേക്കില്ലേ തീർന്നു.